അയോൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഫൈനൈറ്റ് വയർ ക്യാരിങ് കറന്റ് എലമെന്റിനെ കുറിച്ചാണ്. അത് യൂസിങ് ബയോട്ട് സബാർട്ട്സ് ലോ നമ്മൾ എന്ത് ചെയ്യും, ഡിറൈവ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എ ബി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടക്ടർ എടുത്തു. ഓക്കെ, ഫൈനൈറ്റ് ലെങ്ത് ആണ് ഇതിനുള്ളത്. ഓക്കെ, അത് സെഡ് ആക്സിസിന് അക്രോസ് ആയിട്ടാണ് ഞാൻ എടുത്തത്. ഐ ബി ദ കറന്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിസ്. ഓക്കെ, ഒരു കറന്റ് ഐ എന്നുള്ളത് സെഡ് ആക്സിസിന് അക്രോസ് ആയിട്ട് പാസ് ചെയ്യേണ്ടത്. എനിക്ക് എന്ത് ചെയ്യണം, പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അതായത് എച്ച് കണ്ടെത്തും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഈ എ ബിയിൽ ചെറിയൊരു എലമെന്റ് എടുത്തു. ഓക്കെ, ചെറിയൊരു എലമെന്റ് എടുത്തു. ഓക്കെ, ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് എടുത്തു. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മളിപ്പോ ഇതെന്ത് ചെയ്യാണ്, നമുക്ക് ഏത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനും ചെയ്യാം. ഞാൻ ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറയാറ്, റോ ഫൈ സെഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇത് സെഡ് ആക്സിസ് ആയതുകൊണ്ട് ഇതിന്റെ ഈ പോയിന്റ് ഐഡിയൽ എന്നുള്ളതിന്റെ പോയിന്റ് ഏതായിക്കാരം, റോന്റെ വാല്യൂ 0 ആയിക്കാരം, ഫൈന്റെ വാല്യൂ 0 ആയിക്കാരം, സെഡ് എന്നുള്ള വാല്യൂ ആയിക്കാരം ഉണ്ടാകും. ഓക്കെ, ഇനി ഈ പി എന്നുള്ള പോയിന്റ് റേഡിയസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിലിണ്ടർ ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, സിലിണ്ടർ ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇപ്പൊ പി എന്നുള്ളത് എന്തായിക്കാരം, ഈ പി എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിക്കാരം വരിക, ഈ സിലിണ്ടറിന്റെ റേഡിയസ് ആയിട്ടുള്ള റോ ആയിക്കാരം. ഓക്കെ, ഇപ്പൊ പിക്ക് എന്തായിക്കാരം വരിക, റോ എന്നുള്ള വാല്യൂ ഉണ്ടാകും, ഫൈ 0 ആയിക്കാരം, സെഡിന്റെ വാല്യൂ എന്തായിക്കാരം വരിക, 0 ആയിക്കാരം വരിക. ഓക്കെ, അപ്പൊ പിന്റെ വാല്യൂ എന്തായിക്കാരം, റോ 0 0 എന്നിട്ടുള്ള വാല്യൂ ആയിക്കാരം. ഈ ഐഡിയൽ എന്നുള്ളതിന്റെ വാല്യൂ 0 0 0 എന്നിട്ട്. ഓക്കെ, ഇവിടെ മാറിയിട്ടുണ്ട്, റോ 0 0, ഇവിടെ 0 0 0. ഓക്കെ, ഈ ഐഡിയൽ എന്നുള്ള പോയിന്റ് എന്ത്, അതായത് സ്മോൾ ലെങ്ത് ആണ് ഈ ഐഡിയൽ എന്നുള്ളത്. അതിൽ നിന്ന് ഈ പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആർ ബി ദ ഡിസ്റ്റൻസ് ഫ്രം ദ സ്മോൾ ഡിഫറൻഷ്യൽ കറന്റ് എലമെന്റ് ടു ദ പോയിന്റ് പി, ഈ പിക്കുള്ള പോയിന്റ്. ഇനി ഈ ആർ എന്നുള്ള വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ആർ എന്നുള്ള വെക്ടർ ഈ ഫൈനൽ മൈനസ് ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, അപ്പൊ റോ മൈനസ് 0 റോ എന്ന് വരും. അപ്പൊ റോ ഇൻറ്റു എ റോ, ഫൈന്റെ വാല്യൂ ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്, അത് ക്യാൻസൽ ആയി പോയി. ഇവിടെ 0 ആണുള്ളത്, ഇവിടെ സെഡ് ആണ്. 0 മൈനസ് സെഡ് മൈനസ് സെഡ് ഇൻറ്റു എ സെഡ്, അതേ കാര്യം ആർ എന്നുള്ള വെക്ടർ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം ഡി എച്ച് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ബയോട്ട് സബാർട്ട്സ് ലോ ഉപയോഗിച്ചിട്ട്, ബയോട്ട് സബാർട്ട്സ് ലോ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 1/4 ഐഡിയൽ ക്രോസ് എ ആർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്, അല്ലെ? ഇതാണ് നമ്മുടെ ബയോട്ട് സബാർട്ട്സ് ലോ പറയുന്നത്. ഓക്കെ, ബയോട്ട് സബാർട്ട്സ് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഡി എൽ എന്നുള്ളത് നമ്മളിപ്പോ ഇത് ഏത് ഇതിലെടുത്ത് ഐ ഡി എൽ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഡി എൽ എന്ന് വെച്ചാൽ റോ എ റോ പ്ലസ് ഡി റോ എ റോ പ്ലസ് അതേപോലെ റോ d5 a5 പ്ലസ് ഡി സെഡ് എ സെഡ് എന്നായിട്ടായിരുന്നു ഇതിന്റെ ഡിഫറൻഷ്യൽ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഐഡിയൽ എന്നുള്ളത് നമ്മൾ സെഡ് ആക്സിസിന് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇതും നമുക്ക് എന്താ ചെയ്യുക, ഒഴിവാക്കുക. അപ്പൊ ഡി എൽ ഇസിക്കൽ ടു എന്ത് കിട്ടും, ഡി സെഡ് എ സെഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡി എല്ലിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡി സെഡ് എ സെഡ് എന്നാണ് സ്മോൾ ഡിഫറൻഷ്യൽ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എ ആർ എന്നുള്ള എന്താണ്, യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, ആർ എന്നുള്ളതിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ എ ആർ എന്ന് വെച്ചാൽ എന്ത് വരും, ആർ ക്യാപ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ. ആർ ക്യാപ്പ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി, റോ എ റോ മൈനസ് സെഡ് എ സെഡ് എന്നാണ്. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക, റൂട്ട് ഓഫ് റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, റൂട്ട് ഓഫ് റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും. ആ വാല്യൂ എന്ത് ചെയ്തു, ഇവിടെ ക്രോസ് ആണ്, ക്രോസ് പ്രൊഡക്റ്റ് ആണ്, എ റോ എന്നുള്ള എ ആർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആർ എന്ന് വെച്ചാൽ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് വരും, ആർ എന്ന് വെച്ചാൽ റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നും അതിന്റെ സ്ക്വയർ വരുമ്പോൾ അത് ഒഴിവായി. ഓക്കെ, അപ്പൊ റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നായിട്ട് മാറി. ഓക്കെ, ഇനി ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് നടക്കുന്നത്. എ സെറ്റും എ റോയും കൂടി ക്രോസ് പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എ സെഡ് എന്നുള്ളതും എ സെഡും കൂടി ക്രോസ് പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഡി സെഡ് എ സെഡ് ക്രോസ് സെഡ് എ സെഡ്, എ സെഡ് ക്രോസ് എ സെഡ് വന്നാൽ എന്തായി പോകും, അത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, ഐ ഡി എസ് സെഡ് എ സെഡ്
ക്രോസ് റോ എ റോ എന്നുള്ളത്. സെഡും എ സെഡും എ റോയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ റോ ഫൈ സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. റോ ഫൈ സെഡ്. ഓക്കെ, റോയും ഫൈയും കൂടി ചെയ്താൽ സെഡ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ സെഡും എ റോയും കൂടിയാണ്. സെഡും എ റോയും കൂടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ഫൈ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ എ സെഡും എ റോയും കൂടി ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എ ഫൈ എന്നുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. ഈ എ സെഡും ഈ ടേമും കൂടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പൊ ഈ ടേം എന്തായി പോകും? ഇതിൽ നിന്ന് ക്യാൻസൽ ആയി പോയിട്ട് ഐ ഡി സെഡ്, ഇവിടെ ഒരു റോ ഉണ്ട്, ആ ടേം വന്നു. എ സെഡും എ റോയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ എ ഫൈ എന്നുള്ള ടേം വന്നു. ഇവിടെ റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഉണ്ട്. ഇവിടെ റൂട്ട് ഓഫ് റോ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഉണ്ട്. ഇവിടെ 1 ആണ്. ഇവിടെ റേസ് ടു റൂട്ട് എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പൊ 1ഉം 1/2 കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടി? 3/2 എന്നുള്ള ഒരു ടേം കിട്ടി. ഓക്കെ, ഈ എച്ച് കാണണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? അത് വിത്ത് റെസ്പെക്ട് ടു സെറ്റ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് പി എന്നുള്ള നമ്മൾ എ ബി എന്നുള്ള ഫൈനൈറ്റ് ലെങ്ത് ആണല്ലോ. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ എന്ത് എടുത്തു? കുറച്ച് ആംഗിൾസ് എടുത്തു. ആൽഫ 1 ബി എന്നുള്ള പോയിന്റിൽ നിന്ന് ആൽഫ 2. ഈ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളെ ഐ ഡി എൽ എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ, ഐ ഡി എൽ എന്നുള്ള പോയിന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഐ ഡി എൽ എന്നുള്ള പോയിന്റ് എന്നുള്ള ആംഗിൾ ആണ് ആൽഫ എന്നുള്ള എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇതും ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇതും ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഈ ഐഡിയൽ എന്നുള്ള പോയിന്റ്, എ എന്നുള്ള പോയിന്റ്, പി എന്നുള്ള പോയിന്റ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണല്ലോ ആർ എന്നുള്ളത്. ആറ്, ഈ ഡിസ്റ്റൻസ് സെഡ് ആണ്, ഈ ഡിസ്റ്റൻസ് റോ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്ത് ഒരു ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ആ ട്രയാങ്കിളിന് കോട്ട് ആൽഫ ടാനിന്റെ ഇൻവേഴ്സ് ആണ് കോട്ട്. ഓക്കെ, അപ്പൊ അഡ്ജസെന്റ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്, അതായത് ആൽഫന്റെ അഡ്ജസെന്റ് സെഡ് ആണ്. സെഡ് ഡിവൈഡ് ബൈ റോ ചെയ്താൽ നമുക്ക് കിട്ടും കോട്ട് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ സെഡ് ഈസ് ഇക്വൽ ടു എന്ത് വരും? റോ കോട്ട് ആൽഫ എന്ന് വരും. സെഡിന് പകരം എന്ത് ചെയ്തു? സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സെഡ് എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ എന്ത് വരും? കോട്ട് ആൽഫനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് കൊസീക് സ്ക്വയർ ആൽഫ ഡി ആൽഫ ഇൻറ്റു മൈനസ് റോ എന്ന് പറഞ്ഞിട്ട് ടേം കിട്ടും. ഓക്കെ, അപ്പൊ ഈ സെഡിന്റെ ഈ വാല്യൂ ഡി സെഡിന്റെ ഈ വാല്യൂ നമുക്ക് തൊട്ട് മുമ്പുള്ള കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഡി സെഡിനും ഈ സെഡിനും എന്ത് ചെയ്യാണ്? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഡി സെഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്? മൈനസ് റോ കൊസീക് സ്ക്വയർ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി ആൽഫ എന്ന്. പിന്നെ എന്താ ഉള്ളത്? ഐ എന്നുള്ള ടേം ഇവിടെ ഉണ്ട്. റോ എ ഫൈ എന്നുള്ള ടേമിന് അവിടെ നിർത്തി. പിന്നെ ഈ സെഡിന് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? റോ കോട്ട് ആൽഫ എന്നുള്ളത്. അപ്പോൾ റോ സ്ക്വയർ കോട്ട് സ്ക്വയർ ആൽഫ എന്നുള്ള ടേം വന്നു. ഇനി ഇതിന്ന് ഇവിടെ ഒരു റോ ഉണ്ട്, ഇവിടെയും ഒരു റോ ഉണ്ട്. ഓക്കെ, അപ്പം റോ സ്ക്വയർ കൊസീക് സ്ക്വയർ ആൽഫ ഡി ആൽഫ എന്നുള്ള ടേം വന്നു. പിന്നെ ഇവിടെ ഒരു റോ സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഒരു റോ സ്ക്വയർ ഉണ്ട്, അത് കോമൺ ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ റോ സ്ക്വയർ എന്നുള്ള ടേം വന്നു. റോ സ്ക്വയർ അത് ഓൾ റൈസ് ടു 3/2 എന്നാണ്. ഓക്കെ, റോ സ്ക്വയർ ഓൾ റൈസ് ടു 3/2 എന്ന് വെച്ചാൽ ഇതും കൂടി ക്യാൻസൽ ആയി പോയാൽ റോ ക്യൂബ് എന്നുള്ള ഒരു ടേം വരും. അതാണ് ഇവിടെ താഴെ റോ ക്യൂബ് എന്നുള്ളത് കാണിച്ചിട്ടുള്ളത്. പിന്നെ 1 പ്ലസ് കോഡ് സ്ക്വയർ ആൽഫ റൈസ് ടു 3/2 എന്നുള്ള ടേം കിട്ടി. ഓക്കെ, ഇതിന്ന് റോ സ്ക്വയർ കോമൺ ആക്കി എടുത്തതുകൊണ്ട്. ഇനി ഈ 1 പ്ലസ് കോഡ് സ്ക്വയർ ആൽഫന്റെ വാല്യൂ ആണ് എന്ത്? കൊസീക് സ്ക്വയർ ആൽഫ എന്നുള്ളത്. ഓക്കെ, 1 പ്ലസ് കോഡ് സ്ക്വയർ ആൽഫന്റെ വാല്യൂ ആണ് കൊസീക് സ്ക്വയർ ആൽഫ എന്നുള്ളത്. അപ്പൊ കൊസീക് സ്ക്വയർ ആൽഫ റൈസ് ടു 3/2 എന്ന് വെച്ചാൽ ഈ 2 ക്യാൻസൽ ആയി എന്ത് കിട്ടും? കൊസീക് ക്യൂബ് ആൽഫ എന്നുള്ള ഒരു ടേം കിട്ടി. ഓക്കെ, അപ്പോൾ മൈനസ് ഇവിടെ പിന്നെ എന്ത് ചെയ്യും? ഈ റോ സ്ക്വയറും ഒരു റോയും കൂടി ഇവിടുത്തെ ക്യാൻസൽ ആയി പോകും. കൊസീക് സ്ക്വയർ ആൽഫയും ഇതും കൂടി ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ ബാക്കി എന്താ കിട്ടും? മൈനസ് ഐ ബൈ 4π റോ 1 ബൈ കൊസീക് ആൽഫ ഡി ആൽഫ എന്നുള്ള ടേം ആയി കറണ്ട് കിട്ടും. ഡിനോമിനേറ്ററിൽ റോ ഉണ്ടാകും, പിന്നെ ഒരു കൊസീക് ആൽഫയും എന്നുള്ള വാല്യൂ ഉണ്ടാകും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഡി എച്ചിനെ മൈനസ് ഇന്റഗ്രേറ്റ് ചെയ്യല 1 ബൈ കൊസീക് ആൽഫ എന്ന് വെച്ചാൽ എന്ത് വരും? ഓക്കെ, 1 ബൈ കൊസീക് ആൽഫ എന്ന് വെച്ചാൽ സൈൻ ആൽഫ ഡി ആൽഫ എന്നുള്ള ടേം വരും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാണ്. എ മുതൽ ബി വരെയാണ്. ഓക്കെ, എന്റെ ആംഗിൾ എന്തായിരുന്നു? ആൽഫ 1 എന്നായിരുന്നു. ബിന്റെ ആംഗിൾ എത്രയായിരുന്നു? ആൽഫ 2 എന്നായിരുന്നു.
ഓക്കെ, അപ്പൊ ആൽഫ 1 മുതൽ ആൽഫ 2 വരെ എന്ത് ചെയ്യാണ്, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ -i/4π sin ആൽഫ ഡി ആൽഫ എ ഫൈ. ഓക്കെ, അപ്പൊ സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, -cos ആൽഫ എന്നുള്ളത് കിട്ടും. ലിമിറ്റ് ആൽഫ 1 ടു ആൽഫ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഈ മൈനസും കൂടി ക്യാൻസൽ ആയി പോയി. cos ആൽഫ 2 cos ആൽഫ 1 എ ഫൈ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഒരു ഫൈനൈറ്റ് കറന്റ് ക്യാരിങ് എലമെന്റിന്റെ എച്ചിന്റെ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ വാല്യൂ. ഓക്കെ, പിന്നെ ഇത് ഇൻഫൈനൈറ്റ് വയർ ക്യാരിങ് കറന്റിനും ചെയ്യണം ബയോട്ട്-സവാർട്സ് ലോ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇത്രയും പ്രൊസീജിയർ സെയിം തന്നെ. ഓക്കെ, ഇത്രയും പ്രൊസീജിയർ സെയിം ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്തു, ആൽഫ 1 ആൽഫ 2 അതാണല്ലോ ഫൈനൈറ്റ് ക്യാരിങ് എലമെന്റിനുള്ളത്. ഇത് ഇൻഫൈനൈറ്റ് വയർ ക്യാരിങ് കറന്റ് ആണെങ്കിൽ എ എന്നുള്ളത് എന്തോ -ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഓക്കെ, ബി എന്നുള്ളത് എന്തോ +ഇൻഫിനിറ്റിയിലോട്ടേക്കാരും പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോഴാണല്ലോ ഇൻഫൈനൈറ്റ് ആവുക. എ എന്നുള്ളത് -ഇൻഫിനിറ്റിയിലോട്ടും ബി എന്നുള്ളത് +ഇൻഫിനിറ്റിയിലോട്ടും. അപ്പൊ ഇതെന്തായി, ഒരു ഇൻഫൈനൈറ്റ് ആയി. അപ്പൊ എ എന്നുള്ളത് ആൽഫ എന്നുള്ളത് -ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ, അപ്പൊ ഇത് 90-നെക്കാട്ടും ചെറുതായിട്ടുള്ള ആംഗിൾ അല്ലേ, ഇവിടെ എത്തുമ്പോൾ ഇതെന്തോ 90 ഡിഗ്രി വരും. ഇത് താഴോട്ട് വരുന്നതിനനുസരിച്ച് എന്തോ ആംഗിൾ കൂടി ഇത് ഇൻഫൈനൈറ്റ് എത്തുമ്പോൾ ഏകദേശം എത്ര ആംഗിൾ ആകും, ആൽഫ 1 എന്നുള്ളത് 180 ഡിഗ്രി. ഓക്കെ, ഇനി ബി എന്നുള്ളതാണെങ്കിലോ, ബി മുകളിലോട്ട് പോണതിനനുസരിച്ച് ആൽഫ 2 എന്നുള്ളത് എന്തേക്കാരം വരിക, കുറഞ്ഞിട്ടേക്കാരം വരും, ഡിക്രീസ് ആയിക്കാരം ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ചെയ്തിട്ട് +ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ഇതിന്റെ വാല്യൂ എത്ര ആകും, 0 ഡിഗ്രി എന്നാകും. ഓക്കെ, അപ്പോ നമ്മൾക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷനിൽ ആൽഫ 1-ന് 180 ആൽഫ 2-ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതെന്താണ്, ഒരു ഫൈനൈറ്റിനുള്ളതാണ്. ഇതിൽ ആൽഫ 2-ന് 0 ആൽഫ 1-ന് 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos 0 എന്ന് വെച്ചാൽ എത്ര വരിക, 1 ആണ് വരിക. cos 180 എന്ന് വെച്ചാൽ -1 ആണ് വരിക. 1 -1 എന്ന് വെച്ചാൽ എന്ത് വരും, 2 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, അപ്പൊ ഈ 2-ഉം ഈ 4-ഉം കൂടി ക്യാൻസൽ ആയി പോയാൽ എന്ത് വരും, ഡിനോമിനേറ്ററിൽ 2 വരും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഒരു ഇൻഫൈനൈറ്റ് വയർ ക്യാരിങ് കറന്റ് എലമെന്റിന്റെ എച്ച്. ഓക്കെ, ഇതാണ് എന്ത്, ഫൈനൈറ്റ് കറന്റ് ക്യാരിങ് എലമെന്റിന്റെ എച്ച്. ഓക്കെ, അപ്പൊ ഈ ഡെറിവേഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്, അധികം പ്രാവശ്യം ചോദിക്കാറ് ഏതാണ്, ഇൻഫൈനൈറ്റ് വയർ ക്യാരിങ് എലമെന്റിന്റെ. ഓക്കെ ആണല്ലോ. ഇനി ഇത് തന്നെ നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇത് 3 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എച്ച് ഡ്യൂ ടു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ. ഓക്കെ, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കറന്റ് ക്യാരിങ് എലമെന്റിന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഈ Z ആക്സിസിൽ, ഓക്കെ, Z ആക്സിസിൽ എന്ത് ചെയ്യാണ്, ഒരു കറന്റ് ക്യാരിങ് എലമെന്റ് ഇൻഫൈനൈറ്റ് വാല്യൂ ഉള്ള -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെയുള്ള ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. പി എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. പി എന്നുള്ള ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എച്ച് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ആംബിയർ സർക്യൂട്ട് ലോന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് സർക്യൂട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ തമ്പും ഫിംഗേഴ്സ് എന്തായിക്കാരം വരിക, ഫിംഗേഴ്സ് ആയിക്കാരം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടിന്റെ അതേപോലെ തന്നെ ഇക്കാരം ഇന്നുണ്ടാവുക നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ ക്ലോസ്ഡ് സർക്യൂട്ട്. The radius of the path is r and hence p is the perpendicular distance r from the conductor. Okay, അപ്പൊ r എന്നുള്ളതാണ് റേഡിയസ്, അപ്പൊ അതാണ് എന്ത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്ക് എന്ത് ചെയ്യണം, h കണ്ടെത്തണം. ഓക്കെ, അപ്പോ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് h ഡിപ്പെൻഡ്സ് ഓൺ r and the direction is always tangential to the closed path. ഓക്കെ, അപ്പൊ ഈ ക്ലോസ്ഡ് പാത്തിന് ടാൻജൻഷ്യൽ ആയിക്കാരം എന്തുണ്ടാകുക, ഡയറക്ഷൻ ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് പാത്തിന് ടാൻജൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്, അത് നമ്മുടെ ആംഗിൾ ആയിക്കാരം, AFI എന്നുള്ള ആംഗിൾ ആയിക്കാരം. ഓക്കെ, അപ്പോ H5 എന്നുള്ള കമ്പോണന്റ് മാത്രമേ എന്തിനുണ്ടാകുള്ളൂ, ഇതിന് ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ ആംബിയർ സർക്യൂട്ട് ലോ പ്രകാരം, ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് H ഡോട്ട് DL ഇസ് ഈക്വൽ ടു എന്താണ്, കറന്റ് എൻക്ലോസ്ഡ് ആണ്. ഓക്കെ, കറന്റ് എൻക്ലോസ്ഡ് ആണ്. ഇനി H എന്നുള്ളത് ഏത് ഡയറക്ഷനിലാണ്, ഈ സർക്കിളിന്റെ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയൊരു എലമെന്റ് DL എന്നുള്ള ഒരു എലമെന്റ് എടുക്കുകയാണ്. അപ്പൊ DL എന്നുള്ള എലമെന്റും എന്തായിക്കാരം വരിക, ഈ Hന്റെ അതേ പാത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും, DLന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഡയറക്ഷൻ ഓഫ് H ആൻഡ് DL ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, H ഉം DL ഉം എന്താണ്, സെയിം ഡയറക്ഷൻ ആണ്.
അപ്പൊ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണല്ലോ. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് പ്രകാരം ഇതിന്റെ ജനറൽ ഡെഫിനിഷൻ എന്താണ്? എച്ച് ഡോട്ട് ഡി എല്ലിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ എച്ച് ഡി എൽ കോസ് ഫൈ എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. എച്ച് ഡി എൽ കോസ് ഫൈ ഈസ് ഈക്വൽ ടു ഐ എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എച്ചും ഡി എല്ലും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അത് തമ്മിലുള്ള ആംഗിൾ എത്രയ്ക്കാരം വരിക? 0 ആയിക്കാരം. ഓക്കെ, അത് തമ്മിലുള്ള ആംഗിൾ എത്രയ്ക്കാരം വരിക? 0 ആയിക്കാരം. അപ്പൊ കോസ് 0 എന്നുള്ള വാല്യൂ എന്ത് വരും? 1 എന്നുള്ള വാല്യൂ വരും. അപ്പൊ ഇന്റഗ്രൽ എച്ച് ഡി എൽ ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? ഐ എന്ന് പറഞ്ഞു. ഓക്കെ, എച്ച് ഡി എൽ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എച്ച് എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. ഇന്റഗ്രൽ ഡി എൽ ആണ്. ഓക്കെ, ഇന്റഗ്രൽ ഡി എൽ അതായത് ഈ സർക്കിൾ ഡി എൽ എന്നുള്ള ചെറിയ ലെങ്ത് ആണ്. അപ്പൊ ഇതിന്റെ മൊത്തം ലെങ്ത് എടുക്കുകയാണെങ്കിൽ ഈ സർക്കിളിന്റെ എന്തായിക്കാരം വരിക? പെരിമീറ്റർ ആയിക്കാരം വരിക. ഓക്കെ, സർക്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ ആ സർക്കിളിന്റെ പെരിമീറ്റർ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എച്ച് ഇൻറ്റു 2πr എന്നാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h ഇൻറ്റു 2πr ഈസ് ഇക്വൽ ടു ഐ എന്ന് പറയും. അപ്പൊ h ഈസ് ഇക്വൽ ടു എന്ത് വരും? ഐ ഡിവൈഡ് ബൈ 2πr എന്നായിട്ട് കിട്ടും. ഓക്കെ, h ഈസ് ഇക്വൽ ടു 2πr എന്നായിട്ട്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തത്. h ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി? ഐ ഡിവൈഡ് ബൈ 2πr എന്ന് കിട്ടി. അതിന്റെ ഡയറക്ഷൻ ആണ് എന്ത്? A5. ഓക്കെ, അപ്പൊ ഇത് ആംബിയേഴ്സ് ലോ ഉപയോഗിച്ചിട്ടുള്ളത് 3 മാർക്കിനും ബയോട്ട് സവാർട്സ് ലോ ഉപയോഗിച്ചിട്ട് നമ്മുടെ 10 മാർക്കിനും, അതായത് എസ് ടൈപ്പ് ഇതിലും എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതേപോലെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒന്ന് കാണാതെ പഠിക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം ആണ് കാണിച്ചിട്ടുള്ളത്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് 2 meter from infinitely low current carrying conductor along z-axis is 0.05 milliweber per square meter. അതായത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ബി ആണ് തന്നിട്ടുള്ളത്. 0.05 milliweber per meter square. ഇൻഫൈനൈറ്റ്ലി ലോങ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആയതുകൊണ്ട് ഇൻഫൈനൈറ്റ് കണ്ടക്ടറിന്റെ എന്താണ് ഇക്വേഷൻ? എച്ച് ഇസ് ഇക്വൽ ടു ഐ ഡിവൈഡ് ബൈ 2π റോ എന്നാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി സി കറന്റ് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ. ഐന്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായത് റോന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബി തന്നിട്ടുണ്ട്, റോ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ ഐ ആണ് ചോദിച്ചത്. അപ്പൊ ആദ്യം ഐയും ബിയും എച്ചും ബിയും തമ്മിലുള്ള റിലേഷൻ അറിയണം. ഓക്കെ, അപ്പൊ ഐ സിക്വൽ എന്ത് വരും? എച്ച് ഇൻറ്റു 2π റോ എന്ന് വരും. ബി സിക്വൽ എന്താണ്? മ്യൂ എച്ച് എന്നാണ്. ഓക്കെ, ബി സിക്വൽ ടു മ്യൂ എച്ച് എന്നാണ്. അപ്പൊ എച്ചിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ബി ബൈ മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ബി ബൈ മ്യൂ ഇൻറ്റു 2π റോ. ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.05. മ്യൂവിന്റെ വാല്യൂ നമുക്കറിയാം μ0 ഇൻറ്റു μr എന്നാണ്. μrന്റെ വാല്യൂ 1 ആക്കി എടുക്കുക. മ്യൂവിന്റെ വാല്യൂ 4π ഇൻറ്റു 10⁻⁷ എടുക്കുക. 2π റോന്റെ വാല്യൂ 2 മീറ്റർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കറന്റ് എന്ന് കിട്ടും 500 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് എന്താണ്? ആൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി അറ്റ് പോയിന്റ് 1 to 5. ഓക്കെ, ബി കാണണം. ഒരു പോയിന്റ് 1 to 5 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് ചെയ്യണം? ബി കണ്ടെത്തണം. ഡ്യൂറിങ് ദ സെയിം കണ്ടീഷൻ ഓഫ് ദ അബോ. അതായത് കറന്റ് 500 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബി എന്നുള്ളത് കാണാം. എന്ത്? 1 to 5 എന്നുള്ള പോയിന്റിൽ. ഇപ്പൊ റോന്റെ വാല്യൂ ഇക്കാരം എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യാം. ഓക്കെ, റോന്റെ വാല്യൂ ഇക്കാരം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ കണ്ടക്ടർ ഏത് ആക്സിസിലാണ്? Z ആക്സിസിലാണുള്ളത്. ഓക്കെ, അപ്പൊ Z ആക്സിസിലാണെങ്കിൽ ആ Z ആക്സിസിന്റെ വാല്യൂ എന്തെങ്കിലും സെയിം തന്നെയായിരിക്കും വരിക. ഓക്കെ, Z ആക്സിസ് എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യണ്ട. നമ്മൾ ബാക്കി 2 ആക്സിസും എടുത്താൽ മതി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അതായത് 1 to 5 എന്നും ഈ Z ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആദ്യം കണ്ടെത്താനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ത് വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മാത്രം എടുത്താൽ മതി. കാരണം എന്തുകൊണ്ടാണ്? ഡി എൽ എന്നുള്ളത് അതായത് കറന്റ് ക്യാരിങ് എലമെന്റ് ഏത് ആക്സിസിലാണ്? Z ആക്സിസിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? μ0 ഐ ഡിവൈഡ് ബൈ 2π റോ എന്നുള്ള വാല്യൂ. അതായത് എച്ചിന് പകരം ബി ബൈ മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ മ്യൂ ഇങ്ങോട്ട് വന്നു. അപ്പൊ ബി ഇസ് ഈക്വൽ ടു μ0 ഐ ഡിവൈഡ് ബൈ 2π റോ. μ0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടി. 2π റോന്റെ വാല്യൂ എന്ത് ചെയ്യുക? റൂട്ട് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ബിന്റെ വാല്യൂ 0.045 milliweber per meter square എന്നുള്ള വാല്യൂ ആക്കാൻ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 2 ഡെറിവേഷൻ എന്നാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.